നമസ്കാരം. രാഷ്ട്രബോധം കഴിഞ്ഞിട്ട് മതി രാഷ്ട്രീയമൊക്കെ എന്ന് വിശ്വസിക്കുന്നവരാണ് അധികം ആളുകളും. എന്നാൽ രാഷ്ട്രത്തോട് യാതൊരു തരത്തിലുമുള്ള കൂറുമില്ലാത്തവർ മറ്റു രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ പിച്ചി ചീന്തും. പിന്നെ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അവിടെയും മുതലെടുപ്പ് നടത്തും. ഇതൊക്കെ ചെയ്യുന്നത് രാജ്യത്തിന്റെ തന്നെ പ്രതിപക്ഷ നേതാവാണെങ്കിലോ? എന്തൊരു നിർഭാഗ്യകരമായ കാര്യമാണല്ലേ. അതെ, ഇത്രയ്ക്ക് വിവരം കെട്ട അധപ്പതിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത് എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിലവാരമാണല്ലോ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകുമ്പോൾ വിവരക്കേട് വിളമ്പുന്നതിനെല്ലാം പുറമെ ഇപ്പോഴത്തെ രാജ്യം ഒരു അഭിമാന നേട്ടത്തിൽ നിൽക്കുമ്പോൾ അതിനിടയിൽ കൂടിയും മണ്ടൻ ചോദ്യങ്ങളാണ് ഓരോ സെക്കൻഡ് കണക്കിൽ തൊടുത്തുവിടുന്നത്. സത്യത്തിൽ എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിന് പിഴയ്ക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. രാഹുൽ ഗാന്ധിയുടെ ലേറ്റസ്റ്റ് മണ്ടത്തരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ അവരെ ആക്രമിക്കാൻ പോകുന്നുവെന്ന കാര്യം നമ്മുടെ സർക്കാർ പാകിസ്ഥാനെ വിളിച്ചറിയിച്ചു എന്ന ആരോപണമാണ്. എന്തൊക്കെയാ ഇതിനൊക്കെ പറയേണ്ടത്? വെറുതെ ഇരിക്കുമ്പോൾ വീട്ടുകാരെ ചീത്ത കേൾപ്പിക്കാനായി ഓരോന്ന് പുലമ്പുന്നു. ഇനി എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചാൽ മിണ്ടാട്ടവും മുട്ടും. അതെ, എന്റെ നേതാവേ, മോദിജി ഷഹബാസ് ഷെരീഫിനെ വിളിച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തും, വേഗം ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ, ഭീകരവാദികളൊക്കെ രക്ഷിച്ചോ എന്നൊരു അറിയിപ്പ് അങ്ങോട്ടേക്ക് അയച്ചായിരുന്നു. സമാധാനമായല്ലോ. അതുകൊണ്ടാണ് വെറും 9 തീവ്രവാദി ക്യാമ്പുകൾ മാത്രം തകർന്നു പോയത്. ഇല്ലെങ്കിൽ എല്ലാം തവിടുപൊടിയാക്കിയനെ 2008 UPA സർക്കാരിനെ പോലെ. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാനൊന്ന് വിശദീകരിക്കാം. മന്ത്രി ജയശങ്കറിന്റെ മൗനം എന്താണ് നടന്നതെന്ന് മാത്രമല്ല, വളരെ ഗുരുതരമായത് നടന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, പാകിസ്ഥാൻ നേരത്തെ എല്ലാം അറിഞ്ഞതുകൊണ്ട് എത്ര യുദ്ധവിമാനങ്ങളാണ് നമുക്ക് നഷ്ടമായത്? ഇതൊരിക്കലും ഒരു പിഴവല്ല, മറിച്ച് വലിയൊരു കുറ്റകൃത്യമാണ്. രാജ്യത്തിന് സത്യം അറിയണം. മന്ത്രി ജയശങ്കറിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കുറിച്ചു. അതെ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിഡ്ഢിത്തം പറഞ്ഞ് സ്വന്തം വില ഇനിയും കളയണം. തുടക്കത്തിൽ തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് വ്യക്തമാക്കിയത്. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പാണ്, അല്ലാതെ ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പല്ല. വസ്തുതകളെ ഇങ്ങനെ വളച്ചൊടിച്ച ആളുകളെ പണ്ടത്തെ പോലെ ഇനിയും പൊട്ടന്മാരാക്കാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാം ബോധ്യമായി തുടങ്ങി. അത് നിങ്ങൾക്ക് കിട്ടുന്ന വോട്ടിന്റെ കണക്ക് വെച്ചെങ്കിലും മനസ്സിലാക്കണം. എങ്കിലും ഇനി നമുക്ക് വീഡിയോയിൽ മന്ത്രി ജയശങ്കർ പറയുന്നത് എന്താണെന്ന് നോക്കാം. തുടക്കത്തിൽ പാകിസ്ഥാന് ഞങ്ങൾ സന്ദേശം കൈമാറിയിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കുകയാണ്, സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല എന്ന്. അതായത് സൈന്യത്തിന് ഈ സാഹചര്യത്തിൽ ഇടപെടാതിരിക്കാമായിരുന്നു. എന്നാൽ നല്ല നിർദ്ദേശങ്ങൾ അവർ അവഗണിച്ചു. എന്നാൽ ഓപ്പറേഷന് തുടക്കത്തിൽ പാകിസ്ഥാൻ അറിയിച്ചു എന്നത് വിദേശകാര്യ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണെന്നും ഇതിനാരാണ് ചുമതലപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. ഇത്രയും കേട്ടപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നേ ഉള്ളൂ: വിവരമില്ലായ്മ വലിയൊരു പോരായ്മ തന്നെയാണ്. സ്വന്തം രാജ്യത്തെയാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലിട്ട് വെറും വിഡ്ഢിത്തത്തിന് വേണ്ടി, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വലിച്ചു കയറുന്നത്. ഇത് ഓർക്കുമ്പോൾ ബഹുമാനപ്പെട്ട MP തരൂരിനുള്ള വിവരത്തിന്റെ 1/7 പോലും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇല്ലല്ലോ. അദ്ദേഹം പോലും പറയുന്നുണ്ട്, രാഷ്ട്രത്തിനെ സേവിക്കാനാണ് ഞാൻ രാഷ്ട്രീയക്കാരനായത് എന്ന്. പറയുന്ന നിലപാടുകൾ വ്യക്തവും സ്പഷ്ടവുമാണ്. നേരെ മറിച്ച് ബാക്കിയുള്ളവരോ എന്തെങ്കിലും ആവട്ടെ, അവരായി, അവരുടെ കുടുംബകാര്യമായി. അപ്പോൾ തരൂരിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇനി അടുത്ത കേസിലേക്ക് കടക്കാം. രാഷ്ട്ര സുരക്ഷയുടെ ഭാഗമായി തരൂരിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ വിദേശ പര്യടനത്തിന് നിയമിച്ചതിന് പിന്നാലെ അത് ബോധിക്കാത്ത രാഹുൽ ഗാന്ധി തരൂരിനെ നൈസായിട്ട് വെട്ടിമാറ്റുന്ന കാഴ്ചയാണുള്ളത്. സംഭവം ഇങ്ങനെയാണ്. അതായത് കോൺഗ്രസിന്റെ വിദേശ പര്യടനത്തിൽ നിന്നും ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടാണ് റിവഞ്ച് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച പട്ടികയിൽ ശശി തരൂർ ഇല്ലെന്ന് ജയറാം രമേശ് അറിയിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശ പര്യടനത്തിലെ കേന്ദ്രം പുറത്തുവിട്ട MP-മാരുടെ പട്ടികയിൽ ശശി തരൂർ 1ാമതായി ഇടം പിടിച്ചിരുന്നു. എന്നാൽ ശശി തരൂരിനെ തള്ളുന്ന നിലപാടാണ് കോൺഗ്രസ് കൈക്കൊണ്ടത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച പട്ടികയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. MP-മാരായ ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, നാസിർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരെയൊക്കെയാണ് നിർദ്ദേശിച്ചത്. എങ്ങനെയുണ്ട്? കോൺഗ്രസിന്റെ ശത്രു വേറെ ആരുമല്ല, അവർ തന്നെയാണ്. ഇങ്ങനെ പോയാൽ ഒരു കാലത്തും ഇവരിന് മുഖ്യമന്ത്രി കസേരയോ പ്രധാനമന്ത്രി കസേരയോ ഒന്നും കാണാൻ പോടില്ല. കളിയാക്കിയതല്ല, സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത് മാറി മാറിയുള്ള ഭരണമാണ്. അങ്ങനെയാകുമ്പോൾ ആ അധികാര കസേരയിൽ ഇരുന്ന് സുഖം പിടിച്ച് അഴിമതിക്കും തെറ്റുകൾ ചെയ്യാനും ഒക്കെ സർക്കാരുകൾക്ക് അവസരം അങ്ങനെ കിട്ടില്ല. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഒരുപോലെ തന്നെയാണ്. ഇതിപ്പോൾ കേരളമാകട്ടെ കേന്ദ്രമാകട്ടെ ഭരണ തുടർച്ചയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കോൺഗ്രസ് രണ്ടിടത്തും ഒന്നിനും കൊള്ളാതെ വെറുതെ നോക്കുകുത്തിയായി നിൽപ്പും. എന്തുകൊണ്ടാണ്?
കഴിവുകേട് അത്ര തന്നെ. എന്നിട്ടോ ഇത്രയായിട്ടും പഠിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോഴും മണ്ടത്തരം വിളമ്പി ഞെളിയുകയാണ്. കേരളത്തിലായാലും പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? LDF സർക്കാരിനെ 3ാം വട്ടവും ജയിപ്പിക്കാനായി കഠിനമായുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിവുള്ളവരെയൊക്കെ തടഞ്ഞു വെച്ച് ഒരു കഴിവുമില്ലാത്തവർ അടിപിടി കൂടി നാണമില്ലാതെ നടപ്പാണ്. അല്ലെങ്കിലും ആരെയും ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേതാവ് എന്ന് മുദ്ര കുത്തപ്പെട്ടവർ ഇതിലും വലിയ വിഡിത്തമാണല്ലോ അവിടെ കടന്ന് വിളമ്പുന്നത്. അപ്പോൾ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കേന്ദ്രമായാലും ഇവിടെ സംസ്ഥാനമായാലും അടുത്ത ഇലക്ഷനിലും നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അത് സംശയമൊന്നും വേണ്ട, ജയിക്കും. അതിന്റെ ക്രെഡിറ്റിന്റെ ഒരു ഭാഗം അത് നമ്മുടെ കോൺഗ്രസിനുള്ളതാണ്. കാരണം അവരുടെ കഴിവില്ലായ്മയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വളം. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും കമന്റിൽ കുറിക്കൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.